अगर तुम मिल जाओ जमाना छोड़ देंगे हम। أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العلي العظيم السلام عليكم ورحمة الله. നമ്മുടെ തെക്കുംപാത്ത് കുടുംബസംഗമത്തിന്റെ പരിപാടിയിലാണ് ഇപ്പം നമ്മളുള്ളത്. 5-6 മാസമായി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സദസ്സ്. അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു സംഘടിപ്പിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിലുപരി നമ്മൾ ക്ഷണിച്ചുകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരോടും പ്രസിഡന്റ് സാഹിബ് വരുന്നേ ഉള്ളൂ, വഴിയിലാണ്. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരായി ഞാൻ ആശംസിച്ചുകൊണ്ട് ക്ഷണിക്കാം. നമ്മുടെ ക്ഷണിച്ചുകരിച്ച് ഇവിടെ എത്തിച്ചിട്ടുള്ള നമ്മുടെ ഇരിക്കോറിൻ്റെ എല്ലാമെല്ലാമായ അസീസ് മാസ്റ്റർ നമ്മളെല്ലാവരും പഠിപ്പിച്ചതായിരിക്കും. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന ആളുമായിരിക്കും. പ്രത്യേകിച്ച് തെക്കുംപാത്തയിലെ ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തെ ഞാൻ ആദരമായി ഈ സ്റ്റേജ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയുള്ള ശംസുദ്ദീൻ PC, പള്ളിപ്പാത്ത് ശംസുദ്ദീൻ TC ശംസുദ്ദീനാണ് അറിയപ്പെടുന്നത് തന്നെ, ഇബ്രാഹിം കാക്കൻ്റെ മകൻ. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ആദരമായി സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് അധ്യക്ഷം നിർവഹിക്കുന്നത് നമ്മുടെ കമ്മിറ്റി പ്രസിഡന്റ് ഹാഷിഖിയാണ്. അദ്ദേഹത്തും ഈ വേദിയിലേക്ക് ആദരമായി സ്വാഗതം ചെയ്തു. ഉദ്ഘാടനത്തിന് ഏറ്റിട്ടുള്ള നസീഹത്ത് എത്തിയിട്ടില്ലായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന് ശേഷം ഉദ്ഘാടന കർമ്മം ഉണ്ടായിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള KT നസീർ, അതുപോലെ തന്നെ MT അഷ്റഫ് സാഹിബ്, നമ്മുടെ ബഷീർ മാസ്റ്റർ നമ്മുടെ തെക്കുംപാത്ത് തന്നെയാണ്. ആർക്കും പരിചയമില്ല. ഒന്നിങ്ങോട്ടേക്ക് വരാം പ്ലീസ്. ബഷീർ മാസ്റ്റർ തെക്കുംപാത്ത് മാത്രമേ എൻ്റെ കൂടെ പഠിച്ചതാണ്. ഞാൻ ബഷീർക്കല്ലേ ചോദിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. നിങ്ങളൊക്കെ നീന്തടാനും ബഷീർക്കാന്ന് വിളിക്കുന്നത്. ഒറ്റ വാക്കിൽ ഇവരെല്ലാം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആശംസ പ്രസംഗത്തിന് വേണ്ടിയിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആശംസകൾ ക്ഷണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മളെ ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TC നസീഹത്ത്, അതിൽ നമുക്കൊരു അഭിമാനമുണ്ട്. നമ്മുടെ കുടുംബക്കാർക്ക് തന്നെയാണ്. അൽഹംദുലില്ലാ മുൻകാലങ്ങളിൽ ഇബ്രാഹിം കാക്ക പോയതാണെങ്കിലും നമുക്കിപ്പോഴും അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അതിൽ അഭിമാനിക്കാം. ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TC നസീഹത്ത് ടീച്ചറെ ആദരപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് ഉദ്ഘാടനത്തിന് ഞാൻ ക്ഷണിക്കുന്നു.
തെക്കുംപാത്ത് ഫാമിലി മെമ്പേഴ്സ് അംഗങ്ങളെ, പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഞാനും നിങ്ങളെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു അംഗമാണ്. എന്നാലും ഈ വേദിയിൽ എന്നെ ക്ഷണിച്ചതിൽ ആദ്യമായി ഇതിന്റെ സംഘാടകരെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ സായാഹ്നത്തിലും ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതിന്റെയും ഇടയിൽ അറ്റുപോയ അംഗങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സംഗമം നടത്തി മാതൃകയാകുകയാണ് ഇരിക്കൂർ തെക്കുംപാത്ത് ഫാമിലി. നമുക്കറിയാം, കുടുംബം എന്നുള്ളത് കൂടുമ്പോൾ ഇമ്പമുള്ളൊരു അവസ്ഥയാണ്. ഏതെങ്കിലും ഒരു കല്യാണത്തിനോ പാർട്ടിക്കോ പോയാൽ മാത്രം കുടുംബം സ്നേഹത്തോടെ പറയും, പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. പിന്നെ ആനന്ദങ്ങളൊന്നും ഒരുമിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കൂടണം. അതുപോലെയുള്ള ഒരു സംഭവ ഇതാണ് കുടുംബം. ഇപ്പോൾ തെക്കുംപാത്ത് ഫാമിലി ഇവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു മാതൃകയാവുകയാണ്. നമ്മുടെ ഫാമിലിയിലുള്ളവരെ സ്വയം അറിയാൻ, ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്നറിയാനും, നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ ക്ഷേമം അനുഭവിക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നിങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കുടുംബസംഗമം വഴി നടപ്പിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനം, മാതൃകാപരമായ പ്രവർത്തനം നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വേദി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയിൽ ആശംസ പറയാനാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു ഭാഗ്യം പോലെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് നമുക്ക് പ്രധാന അതിഥികളെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി അൻസാരി തിലകേരി സാഹിബ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലും കേരളത്തിലൊക്കെ നല്ല വാഗ്മി പ്രാസംഗികനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുപോലെ മട്ടന്നൂർ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ നമ്മുടെ മണ്ഡലത്തിന്റെ ഒരു പരിപാടിക്ക് വന്നതാണ് അവര്. അൻസാരി തിലകേരിയെ പറ്റി പറയുമ്പോൾ ലീഗ് ഓഫീസിൽ നിന്ന് അൻസാരി, ഞാൻ പറഞ്ഞു, നമ്മുടെ ഉപ്പാന്റെ കുടുംബത്തിന്റെ കുടുംബ സംഘം ഉണ്ട് എന്ന് പറഞ്ഞു. ഉമ്മാന്റെ TC അല്ലേ? അതെ, നീ മാത്രമേ ഉള്ളൂ അതിന്. ഉപ്പാന്റെ ഉപ്പ TC ആണ്. അതൊക്കെ കാര്യങ്ങൾ അറിയോ? ഉമ്മാന്റെ ഉപ്പ ഉപ്പാപ്പ ഉമ്മാന്റെ ഉപ്പ തെക്കുംപാത്താണ്. അപ്പൊ നമുക്ക് ഇടൊന്നും നിൽക്കുന്നില്ല. അങ്ങ് ജില്ലയിലും സംസ്ഥാനത്തിലൊക്കെ ഉണ്ട് നമുക്ക് ആള്. അപ്പൊ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. കുട്ടികളെ എല്ലാവരെയും ഞാൻ ഈ പരിപാടി ആശംസ അറിയിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ തെക്കുംപാത്ത് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ വിഭാഗം ആൾക്കാരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഗമമല്ല, ഒരു സൈഡ് മാത്രമുള്ളതാണ്. ഒരു ഭാഗം മാത്രമുള്ളവരാണ് ഇന്ന് സംഗമിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം തെക്കുംപാത്ത് ഫാമിലിയിലുള്ള എല്ലാ വിഭാഗ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് വിപുലമായ ഒരു പരിപാടി നടത്തണം. കുറച്ചുകൂടി സൗകര്യപ്രദമായ സ്ഥലത്ത്, എല്ലാവർക്കും വിശാലമായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നല്ലൊരു സംഗമം നടത്തണം ഇൻഷാ അല്ലാഹ്. തെക്കുംപാത്ത് കുടുംബത്തെ പറ്റി പറയുമ്പോൾ ഞാൻ അറിയപ്പെടുന്നത് TC എന്ന പേരില്ല. TC ഇബ്രാഹിമിന്റെ മകൻ എന്നുള്ള രീതിയിൽ TCന്റെ ഷംസു എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. TCന്റെ ഷംസു എന്ന് അറിയപ്പെടുമ്പോൾ വളരെ അഭിമാനം തോന്നാറുണ്ട്, ഇന്നും തോന്നുന്നുണ്ട്. കാരണം എന്റെ പിതാവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും, എല്ലാ മക്കൾക്കും അങ്ങനെയാണ്, എന്നാലും ഒരുപാട് പറയാനുണ്ട്. ജീവിതത്തിൽ എല്ലാം പഠിക്കാൻ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയ, പള്ളി, മദ്രസ, മതകാര്യങ്ങളിൽ, സാമൂഹിക കാര്യങ്ങളിലൊക്കെ പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച വ്യക്തിയാണ് എന്റെ പിതാവ് TC മാഷിലൂടെയൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച, നമ്മുടെ നാട്ടിൽ നല്ല പേര് സമ്പാദിച്ച് എല്ലാവരും ഓർമ്മിക്കുന്ന രീതിയിൽ ആയിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. തീർച്ചയായും ആ ഒരു പേരിൽ തന്നെയാണ് ഞാൻ അറിയപ്പെടുന്നത്, ഏറെ അഭിമാനം കൊള്ളുന്നത്. തെക്കുംപാത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തിന്റെ നിറവിടങ്ങൾ എന്ന് പറയാം.
അതായത് ഞാൻ പറയുമ്പോൾ സാധാരണക്കാരായ ആൾക്കാരാണ് നമ്മുടെ ഈ കുടുംബത്തിൽ കൂടുതലുള്ളത്. സാധാരണ തൊഴിൽ ചെയ്യുന്നവര്, വലിയ അതിസമ്പന്നരും വലിയ വിദ്യാസമ്പന്നരും ഉയർന്ന കാറ്റഗറിയിലുള്ള ആളൊക്കെ വളരെ കുറവാണ്. സാധാരണ രീതിയിലുള്ള ആൾക്കാർ, സാധാരണക്കാർ, അതിസാധാരണക്കാരായ ആൾക്കാരാണ് നമ്മുടെ കുടുംബത്തിലുള്ളത്. പക്ഷെ സ്നേഹത്തിന്റെ കാര്യത്തില് തെക്കുംഭാഗത്ത് കുടുംബത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇരിക്കൂറില് അതിസമ്പന്നര് തന്നെയാണ്. ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഉപ്പാന്റെ പെങ്ങന്മാരുണ്ട്, പെറ്റുമ്മമാർ, ഇത്രയും നല്ല അവര് നമ്മള് പോകുമ്പോൾ ആ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴുള്ള സ്വീകരണവും അവരുടെ ബന്ധങ്ങളും. ഞാൻ 5ാം ക്ലാസ്സിൽ മദ്രസ ജയിക്കാൻ വേണ്ടിയിട്ട് 4 പെറ്റുമ്മമാർ നേർച്ചു. ഒന്ന് ആലോചിച്ചു, 4ാം ക്ലാസ് 5ാം ക്ലാസ് മദ്രസ ജയിക്കാൻ വേണ്ടിയിട്ട് നേർച്ചത് ഒക്കെ ഉണ്ടാക്കിയില്ല. നേർച്ചു നമ്മളൊരു വീട്ടിലേക്ക് കയറി പോകുമ്പോൾ അവര് പെറ്റുമ്മമാരെല്ലാം പ്രായമുള്ള ആൾക്കാരായിരിക്കും. അവരെല്ലാവരും ഓരോ പുണ്യാടത്തിലുള്ള ഓരോ സ്ഥാനത്തോടെ അത് തീറ്റിക്കാൻ വേണ്ടിയില്ല. എല്ലാ കുടുംബത്തിലും അങ്ങനെ തന്നെയായിരിക്കും, നമ്മൾ അനുഭവങ്ങളിലേക്കും പറയാൻ പറ്റും. അപ്പൊ അവരെ മക്കള്, ആ മക്കള് എനിക്കൊക്കെ കാരണവന്മാർ പോലെ ഉണ്ടായിരുന്നത് മുഹമ്മദ് കാക്കിയും അബ്കാക്കിയും അതുപോലെ ജമാൽ കാക്കിയും ഇവരൊക്കെ തന്നെയാണ്. ഒരു 10 രൂപ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും ചോദിക്കണ്ട, നേരിട്ട് പോയി കീശ ചെയ്ത് പൈസ എടുക്കാം. എനിക്ക് ഓർമ്മ അബ്കാക്കല്ലോ നല്ല ഹൈറ്റുള്ള ആളാണ്. ഞാൻ ഒന്ന് പറയാണ്ട് വിളിച്ചിട്ട് കല്ലുമല കയറി ഒന്നിട്ട് കീശ ചെയ്ത് പൈസ എടുക്കുക. ആശയാക്കാം അങ്ങനെ ഒരു അധികാരം ഒരു കാരണവന്മാരെ പോലെ എന്തും സ്വാതന്ത്ര്യം തന്ന വ്യക്തികളായിരുന്നു എന്റെ ഉപ്പാന്റെ മര്യാദകളായിട്ടുള്ള ആൾക്കാർ. സ്ത്രീകള്, കുട്ടികള് എവിടെയൊക്കെ ഉണ്ടാകും നല്ല മര്യാദ. പക്ഷെ ഒരു കാര്യത്തിൽ തെക്കുംഭാഗത്ത് നമ്മൾ പറയുമ്പോൾ പറയും, പൊതുവെ ഓരോ കുടുംബത്തിനും ഓരോ രീതി ഉണ്ടാവും. നമ്മളെ ആൾക്കാർ, തെക്കുംഭാഗത്തിലെ ആൾക്കാർ, ആണുങ്ങന്മാര് ഒരു അധിക പ്രസംഗികളായിരിക്കും അധികം. ഒരുപാട് ആൾക്കാർ മൺമറിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മളെ പെറ്റുമ്മമാര്, പിന്നെ കുറെ ഉപ്പന മരിയക്കള്, ആൾക്കാർ, കുട്ടികൾ വരെ പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ട്. സർവശക്തനായ റബ്ബ് അവരുടെ എല്ലാം കബറ് സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് അൻസാർ തിലങ്കേരി ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും. എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ രാജീവന് ഈ കുടുംബത്തിൻ്റെ പേരിൽ നമോഭാഗം. പ്രിയപ്പെട്ട ഇതിൻ്റെ അധ്യക്ഷൻ, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാടിൻ്റെ ഹൃദയ ബിന്ദുക്കളായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട നേതൃഗണങ്ങളെ, പഞ്ചായത്ത് പ്രസിഡന്റ് നസിഹത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, ഇരിക്കൂറിൽ പലപ്പോഴും പ്രസംഗിക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, എൻ്റെ തറവാടും എൻ്റെ ആരൂഢവും ഇവിടെ തന്നെയാണ് എന്ന്. അങ്ങനെ എൻ്റെ ഉമ്മക്ക് 9 മക്കളാണ്. അതുപോലെ തന്നെ ഞങ്ങളെല്ലാം വിവാഹം കഴിഞ്ഞ് എൻ്റെ 2 മക്കളാണ്. അവരുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. ഇങ്ങനെ ഒരു വലിയ കുടുംബമായി ഞങ്ങൾ ഈ TC കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് ഞങ്ങൾ നിൽക്കുന്നു. എൻ്റെ വല്യപ്പയുടെ അനുജൻ ഉമ്മർ എന്ന് പറയുന്ന ആൾ ഒന്ന് കിണാക്കൂലിലാണ് കല്യാണം കഴിച്ചത്. അവരും 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒന്ന് കിണാക്കൂലിലാണ് കല്യാണം കഴിച്ചത്, മറ്റേ ഒന്ന് തലശ്ശേരിയിലാണ്. ഈ കുടുംബ ബന്ധം കൂട്ടിയിണക്കുന്നതിനും മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനും നേരത്തെ ശംസു ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഒരു മദ്യപനോ ഒരു മയക്കുമരുന്നിൻ്റെ അടിമയോ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി അതീവ ജാഗ്രതയോടെ നിങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് നിങ്ങളുടെ ഒരു അനുജൻ എന്ന നിലയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തെക്കുംഭാഗത്ത് പാപ്പുട്ടിയമ്മ ഇപ്പോൾ പ്രായം കൊണ്ട് ഏറ്റവും ഏകദേശം 90 വയസ്സോളായി. എൻ്റെ ഉമ്മേനെയാണ്. അവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നസീറിനെ ക്ഷണിച്ചു.
അടുത്തത് നമ്മുടെ DC പ്രായക്കാക്കാൻ്റെ അമ്മായി ഷക്കീനമ്മായി. അതിനെ ആദരിക്കാൻ വേണ്ടി നെല്ലിമ ടീച്ചറെ ക്ഷണിച്ചോളൂ. ഒരു പാട്ടാണ് സെയിം.
അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് നസീർ ടീച്ചർ, അതുപോലെ തെക്കുംപാത്തിൻ്റെ വന്ന നമ്മുടെ പി സി അഷിംക, അതുപോലെ തന്നെ അൻസാരി, മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ സദസ്സിലുള്ള നല്ലവരായ സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ ആരെങ്കിലും അവസ്ഥ അനുഭവിക്കുന്ന അവരെ സഹായിക്കുന്ന ഒരു സഹായനിധി പോലെയും, അതുപോലെ നമുക്കത് നമ്മുടെ കുടുംബത്തിൽ പണക്കാരുണ്ടാവാം, പാവപ്പെട്ടവരുണ്ടാവാം, ഇടത്തരക്കാരുണ്ടാവാം, അവരൊക്കെ യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ കുടുംബവും നമുക്ക് ഇന്ന് തെക്കുംപാത്ത് കുടുംബസംഘം നടക്കുകയാണ്. നമ്മൾ തുടക്കം വാങ്ങിക്കൊണ്ട് കണ്ടുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റേത് രീതിയിൽ എല്ലാവരെയും വിളിക്കുമ്പോൾ വെളിപ്പുറത്തുള്ള ഒരു നല്ലൊരു ഐഡിയയുള്ള ഒരു ടീമായി മാറ്റുവാൻ കഴിയണം. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസ നേതൃത്വത്തിലേക്ക്. അടുത്തത് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് UP അത്തരം സാധനം ചോദിക്കും മാറ്റി വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. വലുതായി ഒന്നും പ്രസംഗിക്കുന്നില്ല, ഏതായാലും വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ അൻസാരി ഷംസൊക്കെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഷംസ് പെട്ടെന്ന് എൻ്റെ കുടുംബസംഘമുണ്ട്, എനിക്ക് പോയേ മതിയാവെന്ന് പറഞ്ഞപ്പോൾ അൻസാരി പറഞ്ഞ എന്നെ ഒന്ന് ചാലോട് വരെ കൊണ്ടുവിടണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെങ്കിലും ഒരു കുടുംബസംഘത്തിൽ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അന്നേരം അൻസാരി പറഞ്ഞാണ് തെക്കുംപാത്ത് കുടുംബം തന്നെ എൻ്റെ ഉപ്പാപ്പാന്റെ കുടുംബമാണ്. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും അപ്പൊ അൻസാരിയുടെ കെയർ ഓഫ് ഞാൻ വന്നപ്പോഴാണ് അൻസാരി ഇങ്ങനെ കുടുംബത്തിന്റെ ആ ഒരു ചങ്ങല ഇങ്ങനെ പറിച്ചു നടന്ന് കാണുന്നത്. വന്നപ്പോഴും തോന്നി ഞാനിവിടെ വന്നിട്ട് എനിക്ക് വലിയ നഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇരിക്കൂറെ തെക്കുംപാത്ത് കുടുംബത്തിലെ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും നല്ല അധ്വാനശീലരാണ്, അല്ലേ? ആരും വെറുതെ ഇരിക്കും. ഞാനിപ്പോ ഒരു 10-20 വർഷമായി ഇരിക്കൂറിന്റെ മണ്ണിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പൊതുപ്രവർത്തനത്തിൽ കൃത്യമായി എല്ലാവരും നല്ല രീതിയിൽ അധ്വാനിക്കുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് നല്ല ചെറുപ്പക്കാരും മുതൽ ചെറിയ കുട്ടികളായാലും വലിയവരായാലും പ്രായമുള്ള മർസൂക്കായാലും ആശുക്കായാലും ഒക്കെ നല്ല സുന്ദരന്മാരും സുന്ദരികളാണ് ഈ തെക്കുംപാത്ത് കുടുംബം എന്ന് പറയുന്നത്. അത് പടച്ചോ നിങ്ങളെ കുടുംബത്തിന് നല്ല വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അല്ലാഹു നിലനിർത്തി തരട്ടെ. അതും ഇന്ന് കാണുന്ന ഐക്യവും അതുപോലെ തന്നെ കുടുംബത്തിലെ സമാധാനവും സർവശക്തനായ അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. അടുത്തത് നമ്മുടെ ക്ഷണിച്ച് എത്തിയിട്ടുള്ള സി രാജീവിനെ ക്ഷണിച്ചോളൂ. നമ്മുടെ ഈ പരിപാടിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത നമ്മളെല്ലാം പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി സർ, പ്രിയപ്പെട്ട അൻസാരി അടക്കമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സീസ് മാസ്റ്റർ, ആശംക ഉൾപ്പെടെയുള്ളത്, വളരെ സന്തോഷമുണ്ട് ഈ മുഹൂർത്തത്തിൽ നിൽക്കാൻ. ആദ്യമായി തന്നെ ഈ ചടങ്ങിൽ എന്നെ സംസാരിക്കാനും ക്ഷണിച്ചതിൽ എന്റെ സംഘാടകരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കെല്ലാം നല്ലൊരു ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അടുത്തത് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി MP അഷ്റഫ് സാഹിബിനെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും വലിയൊരു നന്മയാണ് നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, കുടുംബ ബന്ധം നിലനിർത്തുക എന്നുള്ളത് വളരെ പുണ്യമുള്ള, അതോടൊപ്പം മതപരമായി തന്നെ വളരെ പുണ്യമുള്ളതും, അതോടൊപ്പം തന്നെ സാമൂഹ്യമായി വളരെ പുരോഗമനമുള്ള, സാമൂഹ്യമായി വളരെ അത്യാവശ്യമായ ഒരു സമ്പ്രദായമാണ് കുടുംബ ബന്ധം നിലനിർത്തുക എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് സാധാരണക്കാരായ ഒരുപാട് പേരുള്ള ഒരു കുടുംബമാണിതെന്ന് എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ വലിയൊരു സംഗമത്തിന് നേതൃത്വം കൊടുത്ത ഈ സംഘാടകർക്ക് തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷമുണ്ട്. എനിക്കറിയുന്ന ഒരു കുടുംബം എന്നുള്ള രീതിയിൽ അതിലേറെ അഭിമാനമുണ്ട്. ജയ് ഹിന്ദ്. എല്ലാവിധ ആശംസകളും നേരിടുന്നു. അടുത്തത് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി മടവൂർ അബ്ദുൽ ഖാദർ സാഹിബിനെ ക്ഷണിച്ചു. തെക്കുംപാത്ത് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ
TC നസിയ ടീച്ചർ, സ്റ്റേജിലും എൻ്റെ മുൻപിലും ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഖുർആനിൽ തന്നെ പറഞ്ഞത് നിങ്ങൾ സ്വയം നിങ്ങളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെയും നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണമെന്ന് ഖുർആൻ തന്നെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഇനി അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം കുടുംബം, രക്ഷിതാക്കന്മാർ, പിതാക്കളും മാതാക്കളും സഹോദരി സഹോദരന്മാരൊക്കെ നമ്മുടെ കുട്ടികളെ ഈ തെക്കുംപാത്ത് തറവാട്ടിൽ നിന്ന് ഇനി ഒട്ടേറെ ആളുകൾ എല്ലാ രംഗത്തും ഈ നാടിൻ്റെ പ്രവർത്തനങ്ങളിൽ, നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ സർവീസുകളും അതുപോലെ തന്നെ IAS ആയിട്ട് വരേണ്ട ആളുകളൊക്കെ നമ്മുടെ ഈ ഇപ്പോൾ തെക്കുംപാത്ത് തറവാട്ടിലുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും ഈ കുടുംബം തന്നെയാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ കുടുംബം വളരെയധികം വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സാന്ദർഭികമായി ഉണർത്തിയാണ്. അല്ലാഹു തആല എല്ലാവിധ നിങ്ങൾക്കും അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ അനുവദിക്കപ്പെട്ട തെക്കുംപാത്ത് കുടുംബാംഗങ്ങൾ, ഇവിടെ നിങ്ങളിപ്പോൾ ഒരുമിച്ച് കൂടി തെക്കുംപാത്ത് കുടുംബത്തിന്റെ പേരിലാണ് ഒരുമിച്ച് കൂടിയത്. തെക്കുംപാത്ത് കുടുംബത്തിന്റെ കൂടെ ഈ ഇരിക്കൂറിൽ നിങ്ങളുടെ ഈ കുടുംബം തുടങ്ങിയത് എപ്പോഴാണ്? ഒരാൾ പറയോ? നിങ്ങൾ തെക്കുംപാത്ത് കുടുംബമല്ലേ? നിങ്ങൾ ഈ ഇരിക്കൂറിൽ ആദ്യമായി ഇവിടെ വന്ന കുടുംബത്തിന്റെ ആൾ ആരാന്ന് പറയാൻ പറ്റുമോ? അറിയില്ല. നിങ്ങൾ പറയൂ. ഇനി നിങ്ങൾ എപ്പോഴാണ് വന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ കുടുംബത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടെ കുടുംബത്തെ കുറിച്ച് തന്നെ യഥാർത്ഥ ഓർമ്മയില്ല. അത് പഠിക്കാൻ നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടുമില്ല. നിങ്ങളുടെ മുൻകാലക്കാരായ ആളുകൾ ഇവിടെ വന്നത് ഏകദേശം 300 കൊല്ലം മുമ്പാണ്. 300 കൊല്ലം മുമ്പാണ് നിങ്ങളുടെ പൂർവികന്മാർ അറിയോ? ഇല്ല, ഒരു ആൾക്കാർക്ക് അറിയില്ല. ആൾക്കാർ അടുത്തത് ഹന ഫാത്തിമ, അമ്ന ഫാത്തിമ, സോറി, ഹംന ഫാത്തിമ. അറിയണമെങ്കിൽ നബിയെ
Nure kamale
അടുത്തത് മിസ്രിയ റഷീദ മിസ്രിയ.
قلبا معشوقا جئت إلى روضتك قلبا معشوقا وذنا إلى വിനയകാണ് വഴികളിലെ ശ്രുതിയാണ് ശോഭന വിധാനം ആദരക്കനിമലം ത്വഹ റസൂല് ആസ്വരം തരുവരം ഖൈറം സബീലി ആലമിൻ അനുഗ്രഹം നൂറേ കമാലി അലമുൽ ഹുദാമിതി ലൽഹും ജമാലി. അസ്സലാമു അലൈക്കും. അടുത്തത് റബീഹ്. അസ്സലാമു അലൈക്കും. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽകണം. സ്നേഹം നേടാനാ തിരുറൗളൈ ഒന്നു ചേരണം. സൽഗുണ നേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേറി വദനം കണ്ട് ആശ തീർക്കണം. അസ്സലാമു അലൈക്കും. മുഹമ്മദ് മുനീബ്. അസ്സലാമു അലൈക്കും. സ്നേഹം മരിക്കരുതേ, നീതി മറയരുതേ, ധർമ്മം അകലരുതേ, നന്മ വെടിയരുതേ. സ്നേഹം മരിക്കരുതേ, നീതി മറയരുതേ, ധർമ്മം അകലരുതേ, നന്മ വെടിയരുതേ. സർവം വാഴ്ത്തുന്ന സ്നേഹം പാടുന്ന സുൽത്താനാകുന്ന നബിയോരേ അരികിൽ ചേരുന്ന അഭയം തേടുന്ന അകമിൽ ചായുന്ന നിധിമലരേ സ്വതിൻ സാരഥിയേ സ്വാദേറുന്നതിയേ സാദിഖുൽ മസ്തൂക്കിൻ പാഠശാലയിലെ ഗുരുവേ സാന്ത്വന സാന്നിധിയേ സൽഗുണമാവരിയേ സകല സൃഷ്ടി ചരാചരങ്ങൾക്കും ഹീതോയി അതിശയ രാജാവേ ആദരനേതാവേ ആശ്രയദാതാവേ ത്വഹാവേ. പൊന്നും മതാരാട്ട് പാടും നേരം കേട്ടേറെ മുത്തിൻ പുണ്യനാമം പൊന്നു പാവാരി ഉണർന്ന നേരം കേട്ടു ഞാൻ നബിയോരെ സ്നേഹരാഗം. പൊന്നും മതാരാട്ട് പാടും നേരം കേട്ടേറെ മുത്തിൻ പുണ്യനാമം പൊന്നു പാവാരി ഉണർന്ന നേരം കേട്ടു ഞാൻ നബിയോരെ സ്നേഹരാഗം. അടുത്തത് റസലാണ്. റസൽ. അസ്സലാമു അലൈക്കും. ഹലോ ബാപ്പയല്ലേ പൊന്നു ബാപ്പ അറിയണം മോളെ കൽപ്പ് കാണണം എന്ത് പറ്റി എന്റെ ചക്കരെ നിന്റെ കടമഴകിൽ സങ്കടം ഈ ബാപ്പ അറിയണേ. എന്തിനാണ് ദൂരെ ഗൾഫ് നാട്ടിൽ എന്നെ വിട്ട് പോയതെന്ന് ചൊല്ലിടണം നേരിൽ. മുത്തുമോളെ പൊന്നുമോളെ ബാപ്പ ചൊല്ലിട്ടാലോ.
മദീന ഒന്ന് കാണാൻ മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേഗം മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേഗം മദീന. വഴി തീർക്കപ്പെട്ട പ്രൗഢമായ സദസ്സിൽ പ്രമേയത്തെ അധികരിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ പറഞ്ഞറിയിക്കാനാവാത്ത വിധം സന്തുഷ്ടനാണ്. അൽഹംദുലില്ലാഹ്. അണ്ടകടാഹങ്ങളെ പടച്ചു പോറ്റുന്ന തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ മഹാവിഷയത്തിന്റെ ശാന്തി സാധ്യമാക്കുന്നത് എപ്പോഴാണ്? ഈ ലോകത്തിലെ ഓരോ മനുഷ്യ സൃഷ്ടിയും മാനസികമായി ശാന്തനും വിട്ടുവീഴ്ച മനോഭാവമുള്ളവനെ തീരുമ്പോൾ മാത്രമേ സമ്പൂർണമായ ശാന്തിയുടെ സാധ്യതകൾ പോലും പിറവിയെടുക്കുന്നത്. 1400 സംവത്സരങ്ങൾക്കപ്പുറത്ത് മാനവകുലത്തോട് ഉദ്ഘോഷിച്ചു. അങ്ങകലെ തിരുത്തൊയ്ബയിലൊന്നതും ഓർക്കാനാവില്ല. വിലാപങ്ങൾ രാഗമായി പാടിടുമ്പോൾ സ്വരം വിടരുന്നു, സംഗീതം തളരുന്നു. അങ്ങില്ലാത്ത മദീനയിൽ ഒരു നിമിഷം കഴിയാനിവനാവില്ല. അങ്ങകലെ തിരുത്തൊയ്ബയിലങ്ങില്ലെന്നത് ഓർക്കാനാവില്ല. റസൽ അമീലന്റെ അസ്സലാമലൈക്കും. എന്റെ റസൂലിനെ കാണാൻ എന്തു രസം, എന്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനയുടെ പൂമാനെ, ബാപ്പ അബ്ദുള്ളാന്റെ തേന്മാനെ. എന്റെ റസൂലിനെ കാണാൻ എന്തു രസം, എന്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനയുടെ പൂമാനെ, ബാപ്പ അബ്ദുള്ളാന്റെ തേന്മാനെ. മക്കയിലെല്ലാവർക്കും അല്ലാമിനെ, മണ്ണിലറഹത്തിൽ ആലമിനെ. മക്കയിലെല്ലാവർക്കും അല്ലാമിനെ, മണ്ണിലറഹത്തിൽ ആലമിനെ. എന്റെ റസൂലിനെ കാണാൻ എന്തു രസം, എന്റെ ഹബീബി
نتعلم دنيا هكا بغات عيشها وما تندم. ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഇസ്മായിൽ കുർമത്തൂർ.
ഫസ്റ്റ് കളത്തിലാവുന്ന ഇതിന് കളത്തിലുള്ളവരെ കൊണ്ടാട്ടില്ലേ കടി ആ കടിക്കാണ് ഫസ്റ്റ് കളത്തിലായി അധികം വരിക. സെക്കൻഡ് പാത്തൂട്ടി കോളോട് കല്യാണം